എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. ഈ സർക്കാരിന്റെ ദിശാബോധമില്ലാത്ത ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആക്ഷേപിച്ചത്. ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കുന്നത്. പുതുയുഗ കേരള സൃഷ്ടിക്ക് വഴിയൊരുക്കുന്ന ബജറ്റ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കേരളമാകെ ഒരു നവകേരള സ്വപ്നം കൊണ്ടാടുന്നതാണ്. അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് വന്നിട്ടുള്ളത്. കറക്റ്റാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. എന്താ ഉറക്കം വരുന്നു. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അയ്യോ കഴിഞ്ഞില്ല ഇനി കുറേയുണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ചൊരു കാര്യം, നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ. നമ്മുടെ നാട്ടിൽ പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും മറ്റും മദ്യമുണ്ടാക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുന്നതായിരുന്നു. അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. 1 ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. 10 കൊല്ലം ഇരുന്നിട്ട് 1 ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. ചുമ്മാ വെറുതെ വർത്താനം. ഈ നാക്ക് കയ്യിലില്ലായിരുന്നു. ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കിയത് പിണറായി സർക്കാരാണ്.